മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മൺസൂൺ മഴ തിമിർത്തു പെയ്യുന്നതിനിടയിൽ നാടിനെ അമ്പരപ്പിച്ചുകൊണ്ട് പുഴയിലൂടെ ആയിരക്കണക്കിന് ഗ്യാസ് സിലിണ്ടറുകൾ ഒഴുകി നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഇത് AI ദൃശ്യമല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ പുഴയിലൂടെ ഒഴുകി നടക്കുന്ന സിലിണ്ടർ കുറ്റിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലുള്ള HPCLന്റെ പതാൾഗംഗ LPG ബോട്ടിലിംഗ് പ്ലാന്റിലാണ് ഈ സംഭവം നടന്നത്. കനത്ത മഴയെ തുടർന്ന് പ്ലാന്റിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് പ്രളയജലം ഉള്ളിലേക്ക് ഇരച്ചു കയറിയതോടുകൂടിയാണ് 3000-ഓളം വരുന്ന സിലിണ്ടറുകൾ കൂട്ടത്തോടെ ഈ പതാൾഗംഗ നദിയിലേക്കും അതുപോലെ തന്നെ ഖർഭണ്ട ക്രീക്കിലേക്കും ഒഴുകിപ്പോയത്. ചുവന്ന നിറത്തിലുള്ള ഗ്യാസ് സിലിണ്ടറുകൾ കുത്തിയൊഴിച്ചൊഴുകുന്ന പുഴയിൽ മുങ്ങിപ്പൊങ്ങി നീങ്ങുന്നതിന്റെ അപൂർവ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ കനത്ത ജാഗ്രതയോടുകൂടിയാണ് വൈറലാകുന്നത്. പാചകവാതക സിലിണ്ടറുകൾ പുഴയിലൂടെ ഒഴുകി വരുന്നത് കണ്ടതോടെ അവ വാരിക്കൂട്ടാനായി ജീവൻ പോലും വകവെക്കാതെ നിരവധി നാട്ടുകാരാണ് പുഴയുടെ തീരങ്ങളിൽ തടിച്ചുകൂടി നിൽക്കുന്നത്. പലരും സിലിണ്ടറുകൾ കരയ്ക്കടുപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ പുഴയിലൂടെ ഒഴുകി നീങ്ങുന്ന സിലിണ്ടറുകളിൽ തൊടുകയോ അവ ശേഖരിക്കുകയോ തുറക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് എന്നാണ് റായ്ഗഡ് ജില്ലാ കളക്ടർ കിഷൻ ജവാലെ പ്രദേശവാസികൾക്ക് കർശന മുന്നറിയിപ്പ് നൽകിയത്. ഒഴുകിപ്പോയ സിലിണ്ടറുകളിൽ പലതിലും പാചകവാതകം നിറഞ്ഞ നിലയിലാണ്. ഇവയിൽ വാതകം അവശേഷിക്കുന്നുണ്ടോ എന്നതിലോ ഇവ സുരക്ഷിതമാണോ എന്ന കാര്യത്തിലോ യാതൊരുവിധ ഉറപ്പുമില്ല. അതിനാൽ തന്നെ കൗതുകം കൊണ്ടോ ഉപയോഗിക്കാനോ കരുതി സിലിണ്ടറുകൾ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് വലിയ രീതിയിലുള്ള തീപിടുത്തത്തിനും ജീവഹാനിക്കും തന്നെ ഇടയാക്കുമെന്നാണ് കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. സിലിണ്ടറുകൾ തീരത്ത് അടിയുകയോ കണ്ടെത്തുകയോ ചെയ്താൽ ഉടൻ തന്നെ HPCL കമ്പനിയെയോ അവരുടെ ഡീലർമാരെയോ ഖലാപൂർ തഹസിൽദാർ ഓഫീസിലോ വിവരം അറിയിക്കണമെന്നാണ് ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുള്ളത്. നിലവിൽ എത്ര സിലിണ്ടറുകൾ സുരക്ഷിതമായി തിരികെ ലഭിക്കുമെന്ന ആശങ്കയിലാണ് അധികൃതർ. കഴിഞ്ഞ ഒരാഴ്ചയായി കടുത്ത മഴയാണ് തുടരുന്നത്. മഹാരാഷ്ട്രയിൽ വലിയ നാശനഷ്ടമാണ് വിധിച്ചിരിക്കുന്നത്. ഇതിൽ റായ്ഗഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ദുരിതം രേഖപ്പെടുത്തിയത്. മഴയ്ക്ക് പിന്നാലെ പ്രദേശത്ത് റെക്ടർ സ്കെയിലിൽ 3.6-നും 4.6-നും ഇടയിൽ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും ഉണ്ടായത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡൽഹി അടക്കമുള്ള മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയെ തുടർന്ന് കെട്ടിടങ്ങൾ തകർന്ന വലിയ അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.